ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ തിയേറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൻഡ്വിച്ച് വാങ്ങിയപ്പോൾ ഒരു കോമഡി കഥയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കഥയല്ല, ഒരു മൊമെൻ്റാണ്, നമ്മളൊരു മെമ്മറിയാണ് ചെറിയ. ഞാനിപ്പോൾ ഈ വൈറ്റ് ടീഷർട്ട് ഇട്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. ഞാൻ പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിട്ടുപോയി. ഇന്നലത്തെ വ്ളോഗിൽ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജയിലർ മൂവി കാണാൻ വരുന്നു, സെയിം തിയേറ്ററിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ ഇൻ്റർവെല്ലിൽ എന്താക്കി ഇറങ്ങി സെയിം 2 സാൻഡ്വിച്ച് വാങ്ങി. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി ഞങ്ങൾ എന്നിട്ട് സാൻഡ്വിച്ചൊക്കെ കഴിച്ച്, പിന്നെ മൂവി അറിയാമല്ലോ, അടിപൊളി മൂവിയായിരുന്നു. അതൊക്കെ ഫുൾ എൻജോയ് ചെയ്ത്. എന്നിട്ട് ഓനന്ന് ഒരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ആയിരുന്നു ഇട്ടെ, ഞാനന്ന് ബ്ലാക്ക് ഷർട്ടാണ് എന്താ ഇട്ടത്. ഞങ്ങളങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ ആയിരുന്നു. എന്നിട്ട് മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ ടീഷർട്ട് മൊത്തം ലൈൻസ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അല്ലടാ നീ പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നേന്ന്. അപ്പോൾ പറഞ്ഞു അവിടെ എന്തായിരുന്നു. ഞാൻ പറഞ്ഞു അല്ലടാ ഇപ്പം നിൻ്റെ ടീഷർട്ട് മൊത്തം സ്ട്രൈപ്സ് ഉണ്ടല്ലോ ഒന്ന് റെഡ്. അപ്പോൾ ഞെട്ടിപ്പേ ഞാൻ എന്താന്ന്. അപ്പോൾ നോക്കുമ്പോൾ എന്തായിരുന്നു, നല്ല സാൻഡ്വിച്ചൊക്കെ നല്ല അടിയടിച്ചല്ലോ. അതിലത്തെ മറ്റേ ടൊമാറ്റോ സോസൊക്കെ അല്ലേ, അതൊക്കെ ഫുള്ള് ഒലിച്ചിറങ്ങിയതായിരുന്നു ഗൈസ്. കോമഡി പറഞ്ഞാൽ കോമഡി ആയിരുന്നു. എല്ലാവരും നമ്മളെ നോക്കി ഒരു ആക്കിയ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം മനസ്സിലായില്ല, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായില്ല, നമ്മൾ വേറെ എന്താണ് സിനിമയെ കുറിച്ച് എന്താ പറഞ്ഞ് ചിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ച്. പിന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ കണ്ട വെളിച്ചത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഫുള്ള് കോമഡി ആയിരുന്നു. അപ്പോൾ എപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയാലും ആ ഒരു കാര്യം ഓർമ്മ വരിക. അതുകൊണ്ടിപ്പം ഒരു 3-4 മാസമായി അവന് സാൻഡ്വിച്ച് ഒന്നും കഴിക്കലേ ഇല്ലായിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ് അത്രയും നിർബന്ധിച്ചുകൊണ്ട് അവന് സാൻഡ്വിച്ച് കഴിക്കാൻ റെഡിയായി. അത് ഞാനോട് നീ ഡാർക്ക് കളർ ഷർട്ടല്ല ഇട്ട നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് കൺവിൻസ് ചെയ്തേ. അവൻ എന്തായാലും ലൈറ്റ് കളർ ഷർട്ടോ ബനിയായിട്ടിട്ടാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് സാൻഡ്വിച്ച് എന്നല്ല അങ്ങനത്തെ ഒരു സാധനം കഴിക്കൂല ഇപ്പോൾ. പിന്നെ നാളെ നമുക്കിവിടെ കുട്ടികളൊരു മഡ് ഫുട്ബോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇനി അതിന് നമുക്കൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ അതായിരിക്കും. പിന്നെ നാളെ എന്തായാലും ഒരു മഡ് ഫുട്ബോളിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഒക്കെ ടീം പോകുന്നുണ്ട്. നമുക്ക് നോക്കിയൊക്കെ ഒരു കപ്പ് അടിക്കോ ഇല്ല എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പോയി. അപ്പോൾ AI നമുക്ക് ChatGPT പോയി ഉണ്ടാക്കി വെക്കാം. ക്രിയേറ്റ് എ പോസ്റ്റർ വിത്ത് ചിൽഡ്രൻസ് പ്ലേയിങ് ഫുട്ബോൾ ഓൺ എ മഡി ഫീൽഡ് ആൻഡ് ഹാവിങ് റെയിൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. Make their faces happy and smiling, and this is for a mud football tournament, so make it more attractive and realistic. Guys, അപ്പോൾ ഫസ്റ്റ് ഇമേജ് ലോഡ് ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വന്ന ഇമേജ്. ഓക്കെ, അപ്പം ഇതിൽ ടെക്സ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യാൻ പറയാം. ആഡ് മഡ് ഫുട്ബോൾ ടെക്സ്റ്റ് ഇൻ ദ പോസ്റ്റർ. ഗൈസ്, അപ്പോൾ ലോഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. മഡ് ഫുട്ബോൾ എന്നുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇത് കുഴപ്പമില്ല തോന്നുന്നു. എന്തായാലും ഈ പോസ്റ്റർ മതി. ഇനിയിപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സോ കളക്ട് ചെയ്യണം. എന്തായാലും ഞാൻ കാണിക്കാൻ സാധ്യത കുറവാണ്. ഫോണിൽ ചാർജില്ല. ഞാൻ ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമുക്കിനി അത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ കുട്ടികളുടെ മഡ് ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോഴാണ് എനിക്ക് നമ്മൾ പണ്ട് ഈ കുറേ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇതിനൊക്കെ പോയിരുന്നു, ബെറ്റ് വെച്ച് കളിക്കുകയൊക്കെ. അങ്ങനെ ഒരു ഞങ്ങൾ ഈ അടുത്തൊരു ടീമിൻ്റെ പേരും കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് ടീംസാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുതെ കൂട്ടുകാർ വെറുതെ കളിക്കുന്ന പോലെ അങ്ങനെ കളിക്കുന്ന ടീമാണ് ഞങ്ങളത്. നമ്മൾ കളിക്കാൻ പോയതോ അത്യാവശ്യം നല്ലോണം കളിക്കുന്ന ടീമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി അവരോട് 150 രൂപയ്ക്ക് ബെറ്റ് വെച്ച് കളിച്ച്. ഫസ്റ്റ് കളി നമ്മളെത്ര 8-2 അങ്ങനെ എന്തോ തോറ്റി. അപ്പോൾ നമ്മളെന്താക്കി, നമുക്ക് ബെസ്റ്റ് ഓഫ് 3 കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കളി കളിച്ച് അതിലും തോറ്റി. അപ്പോൾ പറഞ്ഞു ബെസ്റ്റ് ഓഫ് 5 ആക്കാമെന്ന്. മൂന്നാമത്തെ കളിയും തോറ്റി. പിന്നെ കളിക്കാൻ അവരില്ലയെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളെന്താക്കി, ആകെ തളർന്ന് കൊടുക്കാൻ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താ ചെയ്യാന്ന്. അപ്പോൾ അവരെന്നിട്ട് എടാ പൈസ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ് എടാ ധൈര്യമുണ്ട്, ഒരു കളിക്കും കൂടെ വന്ന് ഇതിൽ ഞങ്ങൾ തോറ്റാൽ ഇതിൻ്റെ ഇരട്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ആയിക്കോട്ടെ. ആ കളി കളിച്ച് എന്താക്കാൻ അതിലും പൊട്ടി. അങ്ങനെ പിന്നെ എല്ലാത്തിലും പൊട്ടി എന്തായാലും പൈസ കൊടുക്കണമല്ലോ. ഞങ്ങളടുത്ത് ആരുടെ പൈസയില്ല. നമ്മളെന്താക്കി ഇവരെല്ലാവരെയും കൂട്ടി കടയിൽ പോയിട്ട് മറ്റേ അന്നെത്ര 30-35 റുപ്യായിട്ടാണ് ചെറിയ പെപ്സിക്കൊക്കെ. ഒരു ബോട്ടിൽ പെപ്സിയും വാങ്ങി, പിന്നെന്താ 2 പാക്ക് ബിങ്കോയോ അങ്ങനെ എന്തോ വാങ്ങിയിട്ട് അത് കൊടുത്ത് എന്നിട്ട് നൈസിന് വിട്ട്. പിന്നെ അതോടെ പിന്നെ മറന്നു. പിന്നെ അവരത് വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഒരു ഫ്രണ്ട്സൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമ്മൾ പണ്ട് കളിക്കാൻ പോയത്, അതേപോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഒരു വട്ടം ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് കപ്പ് അടിച്ച് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ടൂർണമെൻറ്റിലൊക്കെ. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇതിപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ നാളത്തെ മഡ് ഫുട്ബോൾ പറ്റുക. ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ 18 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ പറ്റുക എന്ന് പറഞ്ഞു.
അതായത് നമുക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പോയി കണ്ട് അവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വിചാരിച്ചു. പിന്നെ അമ്മയും പിന്നെ ഒരു അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടാണ് നടത്തുന്നതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളൊരു സഹകരണം വേണം. അപ്പോൾ ഇനി നാളെ രാവിലെ പോയിട്ട് മഡ് ഫുട്ബോൾ ആയതുകൊണ്ട് വയലിൽ നിന്നാണ് കളി. അപ്പോൾ അവിടെ മുട്ടിൻ്റെ അത്ര ചളിയും വെള്ളമൊക്കെ ആയിട്ട് മുട്ടിൻ്റെ അത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ പോയിട്ട് പോസ്റ്റൊക്കെ സെറ്റാക്കണം. അപ്പോൾ നാളെ രാവിലെ കുറച്ച് പണിയുണ്ട്. രാവിലെ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്തായാലും നമ്മളെ കളീൻ്റെ വിഷ്വൽസ് ഇതൊക്കെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിക്കെന്തായാലും കളിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നോക്കട്ടെ, കളി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കളിക്കും. എന്തായാലും നിങ്ങൾക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്കും ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് വരുന്നുണ്ടോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ വ്ളോഗിൽ കാണാം. ഇന്നലത്തെ വ്ളോഗ് കാണാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ചെക്കൗട്ട് ചെയ്യുക. സോ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, and I'll see you in the next one. Peace.